ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ രാധസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വേദയും വിക്രമും ഒക്കെ ഇങ്ങനെ ഭജന ഇരിക്കുകയാണ്. അപ്പോൾ ശ്രീജയർത്തിയും പിന്നെ കമലയും യാത്ര പറഞ്ഞു പോന്നു, അമ്പലത്തിൽ ആക്കിയിട്ട് പോന്നു. അപ്പോൾ മോനെ നമസ്കാരമായിരുന്നു ചെല്ലണം, ഇന്ന് മുഴുവനെ ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോരുകയാണ്. അപ്പോൾ ശരി അമ്മേ, ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മളുടെ വേദ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവർ എല്ലാവരും കൂടെ പോരുമ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവള് പറയും, അപ്പോഴേക്കും ഒരു വയസ്സായ ഒരു അമ്മ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് പറയും, മോളെ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ എന്നറിയും. അപ്പോൾ പറയും, മോനെ നമശിവായ ചെല്ലിയിട്ട് വേണം ചെല്ലണം, ചെല്ലാതിരിക്കരുത്, വചനം പറക്കുമ്പോൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഓ എന്നൊക്കെ പറയും വിക്രം. അപ്പോൾ പിന്നെ ഇവളെ വേദയെ നോക്കിയിട്ട് എനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ ഈ വേദയുടെ താലിയറക്കൽ ചടങ്ങ് നടന്നിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ആ അമ്മയാണ്. അപ്പോൾ അന്ന് അവിടെ വന്നില്ല, ഏതോ ഒരു ദ്രോഹി മോളുടെ കഴുത്തിൽ ബലമായി താലി കെട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നില്ലേ. അപ്പോൾ എന്നിട്ട് താലി ഇറക്കലിന് മോള് താലി ഇറക്കാൻ സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് മോള് തിരിച്ചു പോന്നില്ല, അയാളാണോ ഇത് എന്ന് ചോദിക്കുമ്പോൾ അതേ അറിയും. അപ്പോൾ പറയും, മോൻ ഭാഗ്യം ചെയ്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം ബാബു അവരെ അങ്ങോട്ട് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ വയസ്സായരമ്മ, അപ്പോൾ അവരെ എന്നിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ പറയും, ഇരിക്കടോ വിക്രമേട്ട, കഥ പറഞ്ഞുതരാം എന്നൊക്കെ ഇങ്ങനെ സോറി നമശിവായ ചെല്ലാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഇതൊക്കെ പിന്നെ വിഘ്നേശ്വരൻ്റെ ഇതൊക്കെ ചൊല്ലിക്കൊടുക്കുകയാണ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കും പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ ചൊല്ലാൻ പറയുക. അപ്പോൾ ശുക്ലാംബരധരം വിഷ്ണു ശേഷി പറഞ്ഞതൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെ നമശിവായ ചെല്ലണം. അത് കഴിഞ്ഞിട്ട് കുറേ ഇതുണ്ട്, ഞാൻ കുറേ ക്ഷേത്രങ്ങളിൽ വിക്രമേട്ടനെയും കൊണ്ട് പോകും. ഞാൻ എൻ്റെ പ്രാർത്ഥന അമ്മോട് പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ ചെയ്യിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ തിരുമേനി ചോറും കൊണ്ട് നൈവേദ്യം കൊണ്ട് വരുമ്പോൾ അപ്പോൾ പറയാം, അയ്യോ വേണ്ട, അത് കഴിക്കണ്ട, കൊടുക്കണ്ട, കാരണം വെറും വയറോട് വിശന്ന് ആണ് ഇന്നത്തെ ഇത് ചെയ്യണത്, ഇങ്ങനെ ഇതിനിരിക്കുന്നുണ്ട് പറയും. അപ്പോൾ വേണ്ടേ, കുട്ടിക്ക് വേണോ ഇല്ലേ, ഞാൻ കഴിച്ചിട്ടാ വന്ന് പറയും വേദ. അപ്പോൾ അല്ല, ഇത് വെറും പട്ടിണി ഇരുന്നിട്ടാണ്, അതായത് ഇതെടുത്തിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേ നന്നായി അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയുള്ളൂ വിശപ്പ് മാറുക എന്നൊക്കെ ഇങ്ങനെ ഇത് നാമം ജപിക്കാൻ പറ്റുക, അത് അത്രയും നല്ലതാണ്, അത്രയും പുണ്യമാണെന്നൊക്കെ പറഞ്ഞ് പാവം കൊടുന്ന നൈവേദ്യം അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ എന്താ പറയും, അതിന് വലിയ രുചിയൊന്നുമില്ല എന്നറിയും. അപ്പോൾ നിനക്കോ, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, വയറ് നിറച്ച് കഴിച്ചിട്ടാണ്, അതുകൊണ്ടാവും നീ കഴിച്ച് വന്നല്ലേ പറയുമ്പോൾ അതേന്നറിയും. ഓർമ്മയുണ്ടോ, ഞാനന്ന് അവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് തരാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ട് എനിക്ക് തരാണ്ട് കഴിച്ചിട്ട് അവർ ഈ വിശന്ന് വയറ് നിറയെ കഴിച്ച ആൾ വിശന്ന ആളുടെ മുഖത്ത് നോക്കിയിരിക്കാൻ നല്ല രസമാണെന്ന് പറഞ്ഞില്ലേ, അത് എത്രത്തോളം രസമുണ്ട് ഞാനൊന്നും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ നിന്നെ ഞാൻ അമ്പലമായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ കൊട്ടിച്ച് പിടിച്ചിട്ട് പറയണം. അപ്പോൾ പറയാം, അപ്പോൾ അമ്പലത്തിൽ വന്ന പിന്നെ ഭക്തിയോടുകൂടി ഇരിക്കാനൊക്കെ അറിയാം അപ്പോൾ അല്ലേ, അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണല്ലേ എന്നൊക്കെ ഇങ്ങനെ വിക്രമിനെ ഇതാക്കി പറയൂ കേട്ടോ വേദ. അപ്പോൾ അവരുടെ ഈ ഒരു കുറുമ്പ് തെറിഞ്ഞ സംസാരം വേദയുടെ വിക്രമിൻ്റെ ദേഷ്യം എത്രത്തോളം കൂട്ടാമോ അത്രത്തോളം പിന്നെ ഇവളിങ്ങനെ ഇതാക്കിയും കൊണ്ടേ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് വിക്രമേട്ടനെയും കൊണ്ട്, ഇനി കുറേ അമ്പലങ്ങളിൽ പോകണം, പഴനിയിലോ എന്ന് ചോദിക്കും. പഴനി പോകണം, വിക്രമേട്ടൻ്റെ തല മൊട്ടടിക്കണം, കളഭം തേക്കണം, അത് കഴിഞ്ഞിട്ട് 700 പടി ചവിട്ടണം, പിന്നെ ശൂലം കുത്തണം, അങ്ങനെ ഒരുപാട് നേർച്ചുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യിക്കും അമ്മയെ കൊണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഇവനിങ്ങനെ ദേഷ്യം വന്നിട്ട് ഇവളെ നോക്ക്, നിന്നെ ഞാൻ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യം കടിച്ച് പിടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ പറയും, ഞാൻ കാണിച്ചു തരാം, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ, കാണിച്ചു തരാം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ വിക്രമേട്ട, നാമം ചൊല്ലു വിക്രമേട്ട, 1001 പ്രാവശ്യം ചൊല്ലണം, എന്നാലേ ഉള്ളൂ ഫലം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഇങ്ങനെ പറയുക, എന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയും. അപ്പോൾ ഇവള് എന്നിട്ട് ഇതിങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പിന്നെ അവരുടേതായിട്ടൊരു പാട്ടും അതിൻ്റെ ആ ഒരു ഭംഗിയുള്ള അതൊരു അവളിങ്ങനെ ദീപം കൊണ്ട് വരുന്നതും അവളിങ്ങനെ കൈ വെച്ച് തട്ടുന്നതൊക്കെ നല്ല രസമായിട്ടുള്ള നല്ലൊരു പാട്ട് സീനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് നല്ല നല്ല രംഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവളിങ്ങനെ നോക്കണം, അതൊക്കെ ആലോചിച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കും. ഇടയ്ക്ക് ഇവളെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവള് എപ്പോഴും ഇവനെ നോക്കിയിരിക്കുകയാണ്. ആ നല്ല നല്ല മുഹൂർത്തങ്ങളിൽ രണ്ടാളുടെയും പാട്ടും സീനും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിക്രമേട്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇവള് പിന്നെയും ഇവനെങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മാഷാണ്. മാഷ് മറ്റേ കമലോട് പറയുക, നീ വേണ്ടാത്ത പണിക്കാൻ നിൽക്കുന്നത് കമലേ, കാരണം അവന് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല, നീ ആ കുട്ടിയുടെ വാക്കും കേട്ടിട്ട് അതിനൊന്നും നിൽക്കരുതായിരുന്നു, പിന്നെ അവൻ ഒരിക്കലും നന്നാവില്ല, അവനത് തീരുമാനിച്ചതാണ് പറയും. മാഷിന് ഒരു ആഗ്രഹവും ഇല്ല അവനെ ഒന്ന് നന്നായി കാണണം എന്ന്, ഒരാഗ്രഹവും ഇല്ലേക്കുമ്പോൾ പറയും, ഈ ജന്മം എന്തായാലും എൻ്റെ ആഗ്രഹം നടക്കാൻ പോണില്ല, ഇനി അടുത്തൊരു ജന്മം ഇല്ലാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മാഷ് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ കമലയ്ക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ പറയും, ആ കുട്ടിയെ വെറുതെ അതിൻ്റെ ജീവിതം കൂടി നീ നശിപ്പിക്കരുത്, അവൻ നേരാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവളൊരാഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ കൂടെ നിന്നു എന്നുള്ളൂ, അവൾക്കൊരു വിശ്വാസമുണ്ട് അവനെ നേരാക്കി കൊണ്ടുവരാൻ എന്നൊക്കെ ഇങ്ങനെ കമല പറയും. വെറുതെയാണ്, പാറപ്പുറത്ത് വിതയ്ക്കുന്ന വിത്ത് പോലെയാണ് അത്, ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ആ കുട്ടിയുടെ ജീവിതം കൂടെ നശിപ്പിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ കമല പറയും, പിന്നെ നിങ്ങൾക്ക് മാഷ അങ്ങനെയൊന്നും പറയല്ലേ, ഒരു പക്ഷേ അവൻ നന്നാവാനുള്ളൊരു അവസരം കൂടി ആണെങ്കിലോ ഇത്, ആ കുട്ടിയാണെങ്കിൽ അതിന് ശ്രമിക്കുന്നുണ്ട് പറയുമ്പോൾ, നീ സ്വാർത്ഥയാണ് കമലേ, ആ കുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കുകയല്ലേ, എനിക്ക് ഇതിലോട്ട് അത്ര വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഇങ്ങനെ കമലയ്ക്ക് ഭയങ്കര സങ്കടം വരിക. അപ്പോൾ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനൊരു ഇത് പറഞ്ഞു എന്ന് മാത്രം, ആ കുട്ടി എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് പോവാച്ചാൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ 2 കുടുംബങ്ങളും നശിച്ചു പോവും, ഇവിടെ അവിടെയും കേട്ടിട്ടില്ലേ, പിന്നെ ഒരു പ്രശസ്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ആൾ പോലും നശിച്ചു പോയത് അങ്ങനെയാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോഴേക്കും വേണ്ട മാഷേ, ഉദാഹരണങ്ങളൊന്നും പറയണ്ട, അവൻ നേരാവണമെങ്കിൽ നേരാവട്ടെ എന്നൊക്കെ ഇങ്ങനെ കമലങ്ങനെ വിഷമത്തോടു കൂടി പറയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഭാര്യയും ഭർത്താവും കൂടെ ഇതിങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഇവൻ നേരാവട്ടെ എന്ന് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ്, അഭിലാഷ് കൂട്ടരും കൂടെ അങ്ങനെ വെള്ളമടിച്ച് പറയുന്നതാണ്, ഇവനെ എങ്ങനെയെങ്കിലും പക്ഷേ രണ്ടാളും മാത്രമേ ഉണ്ടാവുള്ളൂ അമ്പലത്തിൽ, വിജനമായ സമയമല്ലേ, അങ്ങോട്ട് തട്ടിയാലോ എന്ന് നോക്കുമ്പോൾ, കൊല്ലാനാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, രണ്ടുപേരെയും കൂടെ അമ്പലത്തിലിട്ട് കൊല്ലാം, അതൊന്നും വേണ്ട, അല്ലാണ്ട് അവന് ജയിലിൽ കടത്തണം എന്നാണ് പറയുന്നത്, എൻ്റെ ഒരു ആവശ്യം കൂടിയാണത്, അവന് ജയിലിൽ കടത്തണം, ജയിലിലാണ് കടത്തേണ്ടത് എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും, ജയിലിൽ കടത്താൻ ഇപ്പോൾ എന്താ വഴി വയ്ക്കും, അതിനൊക്കെ വഴിയുണ്ട്, സെക്കൻഡ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിൽ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം അപ്പോൾ ഈ 2 മണി സമയത്തൊക്കെ ദൈവങ്ങൾ പോലും ഉറങ്ങുന്ന സമയമാണ്, ആ സമയത്താണ് നമുക്ക് അവിടെ പണിയെടുക്കേണ്ടത്, അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണം, അവന് ജയിലിൽ കടത്താനുള്ള എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശരി എന്നാൽ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഗുണ്ടകളൊക്കെ കൂടെ തീരുമാനിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വിക്രമും വേദയും കടന്ന് നല്ല ഉറക്കാഭജനം പാർക്കാൻ വന്നിട്ട് വേദ പുതച്ച് കിടക്കണ്ടാവും, ഇവനാണെങ്കിൽ കൊതു കടിച്ചിട്ട് എഴുന്നേറ്റിരിക്കും, എഴുന്നേറ്റിരിക്കുമ്പോൾ എൻ്റെ പുതപ്പ് കാട്ടടി, പിന്നെ വലിയ ജഡ്ജിയുടെ മകളാണ് അത്ര, എവിടെ കിട്ടാലും അവിടെ കടന്നുറങ്ങിക്കോളും എന്നൊക്കെ അങ്ങനെ ഓർമ്മറിയണത്, ചവിട്ട് തന്നാൽ കാണാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാലൊക്കെ പൊക്കിയിട്ട് വേദയുടെ അടുത്തേക്ക് ഇതാകും. വേദതൊന്നും അറിയേണ്ട സുഖമായിട്ട് പുതച്ച് അവിടെ ആ തറയുടെ മുകളിൽ കടന്നുറങ്ങുന്നുണ്ടാവും കേട്ടോ. അവിടുന്ന് നീച്ചിട്ട് പറയും, ഭഗവാനെ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇവിടെ വരാനും തൊഴാനും ഒക്കെ ആഗ്രഹമുണ്ട്, പിന്നെ മറ്റുള്ളവർ കാണിക്കും പോലെ നാട്യം കാണിക്കാനൊന്നും എനിക്കറിയില്ല, കുറേ പ്രദക്ഷിണം വെച്ച് പിന്നെ കുറേ കാണിക്കട്ടെ, അതുപോലൊന്നും ചെയ്യാൻ എനിക്കറിയില്ല, അപ്പോൾ എനിക്ക് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് ഞാൻ വരും, ഓരോ തിരക്കപ്പെട്ട് പോയെന്നുണ്ട്, ഭഗവാൻ എന്നെ അറിയാലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പോവുക, അത് അവളവിടെ കിടക്കുന്നുണ്ട്, എൻ്റെ ഇതൊക്കെ അവൾക്ക് കൊടുത്താൽ മതി, പിന്നെ ഞാൻ പോവുകയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്, ഭഗവാനെ കൊണ്ട് എന്നോട് ക്ഷമിക്കണം, ദേഷ്യമൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എഴുന്നേറ്റ് ഇങ്ങനെ സ്റ്റെപ്സൊക്കെ ഇറങ്ങിയിട്ട് ഗേറ്റ് ചാടി കടന്ന് പോകുമ്പോൾ ഒരു പാല് കൊണ്ടുവരുന്ന ആളുണ്ട്, അയാൾ ഇവനെ കാണുകയാണ്, നമ്മുടെ വിക്രം ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് മതിൽ ചാടി ഇറങ്ങി പോണത് കാണുന്നത്. അപ്പോൾ സുധാകരൻ മാഷയുടെ ആ തല തെറിച്ച പുത്രനല്ലേ ആ പോണത് ഇങ്ങനെ ഇയാൾ പറയും ചെയ്യും കേട്ടോ. ഇവരതൊന്നും ആലോചിക്കാണ്ട് വേഗം വീട്ടിൽ പോയി വാതിലൊക്കെ തുറന്ന് അവൻ്റെ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി കയറി കിടന്നുറങ്ങി. പിന്നെ രാവിലെ വെടി പൊട്ടണ ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മളെ വേദം ഉണരുന്നത് കേട്ടോ. അപ്പോഴേക്കും തിരുമേനി കുളി കഴിഞ്ഞിട്ട് വന്നു. അല്ല, ഉറങ്ങിയോ? ഇന്നലെ രാത്രി നമശിവായൊന്നും ചെല്ലിയില്ലേ, അത് ഉറങ്ങിപ്പോയോ? സാരില്ല, മൂപ്പരെവിടെ കാണാനല്ലോ, കുളിക്കാൻ പോയോ? കുളക്കടവിലൊന്നും കണ്ടില്ലല്ലോ. എന്തായാലും വേഗം കുളിച്ച് വന്നോളൂ, നമുക്ക് ഇതൊക്കെ ചെയ്യാം, പിന്നെ പ്രസാദമൊക്കെ തരാം ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുക തിരുമേനി. അപ്പോൾ ഇവളങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇവൾക്ക് എന്താണ് പറയേണ്ടതെന്നറിയില്ല, കാരണം ഇവൻ പോയത് അവൾ അറിഞ്ഞിട്ട് പോലും ഇല്ല, അതാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇവളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നന്ദിനി ചൂലൊക്കെ എടുത്തിട്ട് അപ്പോൾ നേരം വെളുത്തു, അപ്പോൾ നന്ദിനി മുറ്റടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നെ എന്തോ ഒരു ശബ്ദം കേട്ട പോലെ തോന്നുമ്പോൾ വേഗം ഈ വിക്രം കിടക്കുന്ന റൂമിൻ്റെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ഇവനപ്പോൾ മറ്റേ ഭജനം പറക്കാൻ പോയില്ലേ,
ഇവനെന്താ വന്ന് ഇവിടെ കിടക്കണം, അപ്പോൾ അവളവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇവൻ ഇന്നലെ ഇരുന്നില്ലേ, ഇവരെ നേരാക്കാന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുപോയത്, ഇവന് നേരാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദിനി ഇങ്ങനെ പറയാം. ശൂലം പിടിച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പാളി നോക്കുമ്പോൾ പിന്നെ എന്താ ഏടത്തി, നന്ദിനി ഏടത്തി എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഇവളിങ്ങനെ ഞെട്ടി തിരികെ. നാണല്ലേ ഈ റൂമിലേക്കൊക്കെ ഒളിഞ്ഞു നോക്കുന്നത്? ഞാനെന്തിനാ ഒളിഞ്ഞു നോക്കുന്നത്? നിങ്ങളല്ലേ ഇപ്പോൾ ഒളിഞ്ഞു നോക്കിയത്? അല്ല, വിക്രം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ നീ എവിടെയായിരുന്നു നോക്കുമ്പോൾ അവിടെ കിടന്നോട്ടെ, അതിന് ഞാൻ ഒളിഞ്ഞു നോക്കില്ല, അപ്പോൾ നീ പുറത്ത് നിൽക്കില്ലേ, ആയിക്കോട്ടെ, എന്നാലും ഞങ്ങൾ റൂമല്ലേ ഇത്, അങ്ങോട്ട് ഒളിഞ്ഞു നോക്കാൻ പാടുണ്ടോ, വഷളത്തരാണ്, നാണക്കേടാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അയ്യേ ഞാനൊന്നും ഒളിഞ്ഞു നോക്കിയില്ല, പിന്നെ ഇപ്പോൾ ചെയ്തതെന്താ എന്നൊക്കെ ചോദിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്, മറ്റേ വേദ റൂമിലേക്ക് കയറി ചെല്ലുകയാണേ. റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ വിക്രം നന്നായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ എന്നിട്ട് അപ്പോൾ പിന്നെയും നന്ദിനി ഇങ്ങനെ പാളി നോക്കുന്നതാണ്. അപ്പോൾ നന്ദിനി അടുത്തേക്ക് നാണല്ലേ വയ്ക്കുമ്പോൾ അയ്യേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകും. പിന്നെ ഒരു സംശയം, ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് കുറച്ച് സീക്രട്ടായിട്ട്, അതൊന്നും നന്ദിനി അടുത്ത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദിനി അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തോ കാര്യമായി സംസാരിക്കാനുണ്ടാവില്ല, എന്താണെന്നൊന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പതുങ്ങിയ കർട്ടൻ്റെ അവിടെ വന്നിട്ട് ജനലിൻ്റെ അവിടെ മറിഞ്ഞിങ്ങനെ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ വിക്രമിനെ വിളിക്കുക, വിക്രം നീക്കി പറഞ്ഞിട്ട് ഇങ്ങനെ ഇവളിങ്ങനെ നമ്മുടെ വേദ അങ്ങനെ കുലുക്കി വിളിക്കുകയാണ് വിക്രമിനെ. അപ്പോൾ വിക്രം എന്താ ഉറങ്ങാൻ സമ്മതിക്കാതെ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കൊന്നും വേണ്ട, അമ്പലക്കാർക്കാണ് വേണ്ടത് അറിയും. അമ്പലക്കാർക്കോ എന്ന് പറയും. അമ്പലക്കാർക്ക് എന്ത് വേണം, ഞാൻ എൻ്റെ അടുത്ത് എന്തിനാ എന്നെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടുത്തെ ഭണ്ണാരം എവിടെ എന്ന് ചോദിക്കും. അവൾ ഭണ്ണാരോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടുത്തെ ഭണ്ണാരം മറ്റേ ടീം വന്ന് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ വേദി വിക്രമും കൂടി ബൈക്കിൽ അങ്ങനെ അമ്പലത്തിൽ വരും. അപ്പോഴേക്കും എല്ലാവരും എത്തും, വേദയുടെ ഏട്ടൻ എത്തുന്നുണ്ട്, ഓട്ടോ ഡ്രൈവർ, കാരണം ആകെ ഫ്ലാഷായി അമ്പലത്തിലെ. അതൊക്കെ നാളത്തെയാണ് കേട്ടോ, നാളത്തെ പ്രമാണത്. അപ്പോൾ ഫ്ലാഷായി എല്ലാവരും കൂടെ ഓടിപ്പടച്ച് വരികയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ വിക്രമിനോട് നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, സത്യം പറയണം ഞാനൊരു ഇത് പഠിച്ച ആളാണ്, അതായത് മറ്റേ അഡ്വക്കേറ്റാണ് അവൾ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നോട് സത്യം പറയണമെന്ന് പറയും. അപ്പോൾ പറയൂ, നിങ്ങളെ കുടിക്കിയതാണെന്ന് എനിക്കറിയാം, അപ്പോൾ പറയൂ എന്താ സംഭവിച്ചതെന്ന് എന്നോട് ഇത് പറയൂ എന്ന് പറയും. അപ്പോൾ പറയും ഞാനത് പറയുമ്പോൾ അതിൽ രാധയുടെ പേരും കൂടെ എടുത്തിടേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയാണ്. എന്തായാലും അപ്പോൾ നാളത്തെ ഇത് കാണാം, നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും വിക്രമിനെ പോലീസ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ പവിത്രത്തിൻ്റെ കഥ. നല്ല രസമുള്ളൊരു കഥ കേട്ടോ, ഞാൻ പറയാമല്ലോ. നല്ല എന്താ പറയുക, ഏഷ്യാനെറ്റിലെ ഏറ്റവും നല്ല കഥയാണ്, ഏറ്റവും നല്ല സീരിയൽ. അല്ല, മറ്റുള്ള സീരിയൽ മോശമെന്നല്ല, പക്ഷെ നല്ല നമുക്ക് ഇൻട്രസ്റ്റോടു കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു കഥയാണ്. ഒരു കുശുമ്പും കുഞ്ഞായ്മ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാത്ത നല്ല രസമുള്ളൊരു കഥ, ആരും മിസ് ചെയ്യേണ്ട കാണുക. അതേപോലെ എൻ്റെ രഥസോമിലി കിച്ചൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരിക. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. പിന്നെ കഥ പറഞ്ഞുകൊണ്ട് അതുപോലെ പറയുന്നില്ല, കുറച്ചൊക്കെ ഇങ്ങനെ വിട്ടുവിട്ടിട്ടാണ് ഞാൻ കഥകളൊക്കെ പറയണത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഇതിന് മുന്നേ കഥകൾ ഇട്ടിട്ടുണ്ട്, ചെമ്മീനീർ പൂവും അതുപോലെ തന്നെ പത്തരമാറ്റിൻ്റെയൊക്കെ കഥകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നിന്നും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. താങ്ക് യു.